ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 298 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് പ്രേമസായിയാണ് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീനന്ദ. മോള് 3 പ്രാവശ്യം ഓങ്കാരം പറഞ്ഞ് 3 പ്രാവശ്യം സായി ഗായത്രി പറഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യൂ, എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। शान्ति। साईराम. വായിച്ചു തുടങ്ങിക്കോളൂ. മറ്റൊരു വെല്ലുവിളി അല്ലേ? അധ്യായം 8. മറ്റൊരു വെല്ലുവിളി. കുലഗുരുവായ വസിഷ്ഠന്റെയൊപ്പം പുത്രന്മാരെയും പുത്രവധുക്കളെയും കൂട്ടി അയോധ്യയിലേക്ക് ആഘോഷപൂർവ്വം മടങ്ങുന്നതിന്റെയും വഴിയിൽ നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളിയുടെയും അനന്തരഫലങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. വഴിയിൽ കാണുന്ന ദുർനിമിത്തങ്ങൾ താൽക്കാലികമാണെന്നും ഒരു വലിയ അനുഗ്രഹത്തിന് മുന്നോടിയാണെന്നും ആകാംക്ഷാഭരിതനായ ദശരഥനോട് വസിഷ്ഠ മഹർഷി പറയുന്നു. ജമദഗ്നിയുടെ പുത്രനായ പരശുരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. തന്റെ പിതാവിനെ വധിച്ച കാർത്തവീരാർജുനനെയും അഹങ്കാരികളായ രാജാക്കന്മാരെയും വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം അവതരിച്ചത്. 21 പ്രാവശ്യം അധർമ്മികളായ രാജാക്കന്മാരെ വധിച്ച് തന്റെ അവതാര ദൗത്യം പൂർത്തിയാക്കുന്നു. ചിരഞ്ജീവിയായ അദ്ദേഹത്തിന് മഹേന്ദ്രാചലത്തിൽ തപസ് ചെയ്യുവാനും തന്റെ കൈവശമുള്ള വിഷ്ണുജാപത്തിലൂടെ തന്റെ വൈഷ്ണവ ശക്തിയും തപശക്തിയും ത്രേതായുഗത്തിൽ അവതരിക്കുന്ന ശ്രീരാമന് നൽകുവാനും ആദേശം ലഭിക്കുന്നു. ഈ വൈഷ്ണവ ശാപം മഹാവിഷ്ണു ഋഷിക മഹർഷിക്കും അദ്ദേഹത്തിന്റെ പുത്രനായ ജമദഗ്നി പരശുരാമനും നൽകി. ത്രംബകം എന്ന ശൈവജാപവും വിഷ്ണുജാപവും ദേവശില്പിയായ വിശ്വകർമാവാണ് നിർമ്മിച്ചത്. ശൈവജാപം മിഥില ചക്രവർത്തിയായ ദേവരഥന് നൽകപ്പെട്ടു. പരശുരാമൻ താൻ യുദ്ധം ചെയ്തു നേടിയ ഭൂമി കാശ്യപ പ്രജാപതിക്ക് ദാനം ചെയ്തു. പരശുരാമൻ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനെ മാത്രം വെല്ലുവിളിക്കുമ്പോൾ രാമൻ അക്ഷോഭ്യനും ശാന്തനുമായി മൃദുസ്മേരത്തോടെ അദ്ദേഹത്തെ നേരിടുന്നു. സീതാദേവിക്കും യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല. ദേവി തന്റെ സഹോദരിമാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. രാമനെ എതിർക്കുന്നത് കണ്ട് കോപാകുലനായ ലക്ഷ്മണൻ പരശുരാമനോട് സംസാരിക്കുമ്പോൾ രാമൻ തടയുന്നു. കോപിഷ്ഠനായ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം നമുക്കുള്ള സന്ദേശമാണ്. രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ഇടപെടാൻ പാടില്ല. സഹായം ആവശ്യപ്പെടാതെയുള്ള ഇടപെടൽ മര്യാദകേടാണ്. ഈ വെല്ലുവിളി നേരിടുമ്പോൾ ശ്രീരാമൻ നൽകുന്ന സന്ദേശം ഇതാണ്: ധർമ്മം ജയിക്കണം, ധർമ്മം എല്ലായ്പ്പോഴും ജയിക്കും.
തുടക്കത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കൊണ്ട് പിന്മാറാതെ ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറിയാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. യുദ്ധം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വാക്കുതർക്കത്തിനിടയിൽ പരശുരാമൻ സൂചിപ്പിക്കുന്നു. ലോകത്തെ അധർമ്മത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും ധർമ്മത്തിലൂടെ ലോക പുരോഗതി നേരിടുന്നതിനും യുദ്ധം അനിവാര്യമാണ്. പരശുരാമൻ യുദ്ധത്തിന്റെ പ്രയോജനത്തെ പറ്റി ഒരു താരതമ്യവും നൽകുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഓരോന്നും ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. കഥ വായിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന തത്വം മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. 1. ചാണകല്ലിൽ ഉരയ്ക്കപ്പെടുന്നത് കൊണ്ട് കത്തിക്ക് മൂർച്ച കൂടുന്നു. ഉരയ്ക്കപ്പെടുന്നു എന്നതുകൊണ്ട് കത്തിക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ നന്നായി ദഹിക്കണം. ദഹനക്രിയയെ സഹായിക്കുന്നതിന് ഭക്ഷണം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കണം. മൂർത്ത പല്ലുകൾ കൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കുന്നത് ക്രൂരകൃത്യമാണെന്ന് പറയുവാൻ കഴിയുമോ? ശൈവചാപം വലിച്ചൊടിച്ചതിന് പരശുരാമൻ ശുഭിതനായത് അദ്ദേഹം ശിവഭക്തനും മഹാദേവന്റെ ശിഷ്യനും ആയതിനാലാണ്. അതിനെ ശിക്ഷിക്കാനെന്ന വ്യാജേന വൈഷ്ണവ ചാപവുമായി പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനെ വെല്ലുവിളിക്കുന്നത് തന്റെ വൈഷ്ണവ ശക്തിയും തപശക്തിയും ശ്രീരാമന് പ്രദാനം ചെയ്യുന്നതിനു വേണ്ടിയാണ്. തന്റെ ശക്തി മുഴുവൻ ശ്രീരാമന് നൽകിയിട്ട് പരിപൂർണ ത്യാഗത്തോടെ മഹേന്ദ്രാചലത്തിൽ തപസ്സു ചെയ്യാൻ പരശുരാമൻ ആഗ്രഹിക്കുന്നു. തന്റെ അമ്പിന് ലക്ഷ്യം കാട്ടിത്തരണമെന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുമ്പോൾ തന്നിലെ വൈഷ്ണവ തേജസ്സിനെ കാണിച്ചു കൊടുക്കുന്നു. ലൈഫ് ഇസ് എ ചാലഞ്ച്, മീറ്റ് ഇറ്റ്. ജീവിതം ഒരു വെല്ലുവിളിയാണ്, നേരിടുക എന്നാണ് ശ്രീ സത്യസായി ഉപദേശിക്കുന്നത്. ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമ്പോഴുള്ള ഓരോരുത്തരുടെയും മനോഭാവത്തെയാണ് ഈ അധ്യായത്തിലൂടെ കാണിച്ചു തരുന്നത്. ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മഹർഷി ഇത് ഭഗവാന്റെ നാടകമാണെന്ന് മനസ്സിലാക്കുന്നു. രാമനും സീതയും അക്ഷോഭരും ശാന്തരുമാണ്. ലക്ഷ്മണൻ രാമനെ എതിർക്കുന്ന പരശുരാമനോട് ശുഭിതനാകുന്നു. തന്റെ മകനെ ഓർത്ത് ദശരഥ മഹാരാജാവ് ഉത്കണ്ഠാകുലനാകുന്നു. ശ്രീരാമന്റെ തത്വം വസിഷ്ഠ മഹർഷി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും പുത്രവാത്സല്യം എന്ന മായാമമതയിൽപ്പെട്ട് രാജാവ് പരശുരാമനോട് ദയക്ക് വേണ്ടി കെഞ്ചുന്നു. പരശുരാമൻ ആ അപേക്ഷ ശ്രദ്ധിക്കുന്നതു പോലും ഇല്ല. കേവലം ഒരു കുമാരനായ രാമൻ ശാന്തനായി മുതുസ്മേരത്തോടെ എല്ലാം കേൾക്കുന്നു. വൈഷ്ണവ ശാപം കുലയ്ക്കാനെടുക്കുമ്പോൾ രാമൻ വിനയാന്വിതനായിട്ടാണ് മഹർഷിയോട് ലക്ഷ്യം ചോദിക്കുന്നത്. രാഗം, ക്രോധം, ലോഭം എന്നീ ദുർഗുണങ്ങൾ നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ്. ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിട്ടാൽ അത് അത്യാപത്ത് വരുത്തും. ക്രോധത്തെ ശാന്തത കൊണ്ടാണ് നേരിടേണ്ടത് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. വൃദ്ധനായി നിൽക്കുന്ന ഒരാളോട് ദൈന്യമായി യാചിക്കുന്നത് കൊണ്ടും പ്രയോജനമില്ല എന്ന് ദശരഥന്റെ അനുഭവം തെളിയിക്കുന്നു. ഈ പ്രപഞ്ച നാടകത്തിന്റെ സൂത്രധാരനും അതുല്യ ശക്തിയുടെ ഉറവിടവുമായ മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമന്റെ ശക്തിയെ ലോകത്തെ അറിയിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ധനുസ് ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഞാൻ നേടി. എന്റെ തപശക്തി അങ്ങേക്കു സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ വിടവാങ്ങി. അന്നത്തെ പതിവനുസരിച്ച് രാജ്ഞിമാർ പുത്രന്മാരുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. അവർ അയോധ്യയിലെത്തിയ പുത്രന്മാരെയും വധുക്കളെയും സകല ആചാരങ്ങളോടു കൂടി യഥാവധി സ്വീകരിക്കുന്നു. അയോധ്യാവാസികൾ ആനന്ദം കൊണ്ട് മതിമറന്നു. രാജകുടുംബവും പ്രജകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആഹ്ലാദിക്കുന്നതിൽ നിന്നും ദശരഥന്റെ ഭരണം എത്ര ശ്രേഷ്ഠമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അയോധ്യയിലെ വൃന്ദം ജനങ്ങളുടെ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു വാങ്മയ ചിത്രം നമുക്ക് ലഭിക്കുന്നു. സായിരാം. ഹലോ സായിരാം. സ്ക്രീൻ പ്രസന്റ് ചെയ്യട്ടെ. സായിരാം. സായിരാം കേക്കാവോ? സായിരാം വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു. അപ്പോ ഭഗവാന്റേത് വെക്കൂ പ്രേംസേ. വെക്കാം. ഭഗവാന്റെ വെച്ചിട്ട് നമുക്ക് ഭജന പാടിക്കാം. So Rama was an ideal one. పితృవాక్య పరిపాలన నిమిత్తమై Following the command of the father, అరణ్యమునకు వెళ్లి has gone to the exile అనేక విధమైనటువంటి కష్టములకు గురి అయ్యాడు. and passed through suffering. అయితే However, ఇది ఒక బలవంతంతో పోయాడా
లేక అసంతృప్తితో పోయాడా, లేక ఒక విధమైనటువంటి తండ్రి ఆజ్ఞ అని ఒక దీక్షతో వెళ్ళాడా? Has he gone to the exile out of force or dissatisfaction or in obedience to the command of his father? కాదు కాదు. No. పట్టాభిషేకములకు ఎట్టి ఆనందంతో వచ్చి ఎట్టి విధమైనటువంటి ఒక సంతోషంతో ముందు వేశాడో అదే అడుగుతోనే అదే సంతోషంతోనే అరణ్యానికి కూడాను తాను వెళ్ళాడు. The kind of jubilation and the bliss he had at the time of announcement of coronation was there even at the time of సమత్వాన్ని announcement of నిరూపించినటువంటి వాడు రాముడు. Rama has demonstrated this principle of equanimity. సుఖదుఃఖే సమీకృత్వా లాభం లాభ జియాజీ. He has shown this principle of equanimity. మానవ జీవితం లోపల సుఖదుఖములు ఒక విధమైన సహజంగా ఉంటాయి. In human life, pain and pleasure are natural. కానీ సుఖాన్ని ఆశించటము, దుఃఖాన్ని విసర్జించడము ఇది మనలో ఉన్నటువంటి సగుణం కాదు. We cannot be after pleasure continuously and try to avoid సుఖమును the ఏ pain. హృదయంతో నీవు స్వాగతం చేస్తున్నావో దుఃఖమును కూడా ఆ విధమైనటువంటి భావంతోనే నీవు స్వాగతం చేయాలి. Just as you welcome pleasure, you should be prepared to welcome even the pain. దుఃఖమే లేకపోతే సుఖమునకు విలువే లేదు. Without pain, the pleasure has no value. దీనినే నసుఖ లభ్యతే సుఖం అన్నారు. You don't get pleasure out of pleasure. సుఖం నుంచి సుఖం మనకు చిక్కదు. You don't get joy out of joy. దుఃఖం నుంచినే మనకు సుఖం చిక్కుతుంది. You get pleasure out of pain only. చీకటిలో నుంచి చీకటి వెలుతురు రాదు. You don't get light out of mere darkness. వెలుతురు వచ్చినప్పుడే చీకటి దూరం అవుతుంది. When there is light, the darkness is చీకటి dispelled. ఉండినప్పుడే వెలుతురుకు ప్రకాశం ఇస్తుంది. The light value is known when there is చీకటే darkness. లేకపోతే వెలుతురుకు ఏమాత్రము ప్రకాశం లేదు. Without darkness, the light has no value. దుఃఖమే లేకపోతే సుఖమునకు ఏమాత్రము విలువ లేదు. Without pain, pleasure has no value. కనుకనే మన సుఖం అనేటువంటిది దుఃఖం ద్వారా మనకు లభించేటువంటిదే కానీ సుఖము నుంచి సుఖము లభించదు. Therefore, you get the happiness out of misery or sadness. ఇట్టి పవిత్రమైనటువంటి ఆదర్శాన్ని జగత్తునకు చాటి నిరూపించాడు. Such a sacred ideal was shown to the world by Rama. സയൻസ് നീ എന്താ ഭജന ചൊല്ലിക്കോളൂ. ഇനി മോള് ഭജന പാടിക്കോളൂ. സായിരാം. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഒന്ന് ഓൺ ചെയ്യൂ, ആരാണെന്ന് കാണട്ടെ. ഓൺ ചെയ്ത് പാടാമെങ്കിൽ പാടിക്കോളൂ. ദശരഥനന്ദന രാമ ദയാ സാഗര രാമ. ദശരഥനന്ദന രാമ ദയാ സാഗര. രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരന്താമ. രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരന്താമ. ദശരഥനന്ദന രാമ ദയാ സാഗര രാമ. അഹല്യോതാരക രാമ ശാപ വിമോചന രാമ. അഹല്യോതാരക രാമ ശാപ വിമോചന രാമ. शिरडीपुरीश राम पुट्टपर्तिपुरी परंधाम. शिरडीपुरीश राम पुट्टपर्तिपुरी परंधाम. दशरथनंदन राम दया सागर राम. दशरथनंदन राम दया सागर राम. रघुकुल तिलक राम सत्यसाई श्री परंधाम. रघुकुल तिलक राम सत्यसाई श्री परंधाम. दशरथनंदन राम दया
സാഗര രാമ അഹല്യോദ്ധാരക രാമ ശ്യാമവിമോചന രാമ അഹല്യോദ്ധാരക രാമ ശ്യാമവിമോചന രാമ ശിരടിപുരീശ രാമ പുട്ടപർത്തിപുരി പരന്താമ ശിരടിപുരീശ രാമ പുട്ടപർത്തിപുരി പരന്താമ ദശരഥനന്ദന രാമ ദയാ സാഗര രാമ. സായിരാം. സായിരാം. സായിരാം മോളെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അധ്യായം 8 മറ്റൊരു വെല്ലുവിളി, അതിലെ തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. അവതാര പുരുഷന്മാർ കാഴ്ചയിലും പെരുമാറ്റത്തിലും സാധാരണക്കാരെ പോലെ തോന്നുന്നു എങ്കിലും അവർക്ക് തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ശക്തി എന്താണെന്നും ഓരോ പ്രവൃത്തിയുടെയും ഉദ്ദേശം എന്താണെന്നും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പരശുരാമന്റെ വെല്ലുവിളി ശ്രീരാമൻ ശാന്തനായി നേരിട്ടത്. പരശുരാമൻ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടിയാണ് അധർമ്മികളും അഹങ്കാരികളുമായ രാജവംശത്തെ 21 പ്രാവശ്യം വധിച്ച് ഭൂമിയുടെ ഭാരം കുറച്ചത്. ആ കാലത്ത് രാജാക്കന്മാര് വളരെ വളരെ വലിയ അഹങ്കാരികളായി 21 തലമുറ അഹങ്കാരികളായിരുന്നു. അതുകൊണ്ട് 21 പ്രാവശ്യം അദ്ദേഹത്തിന് വധിക്കേണ്ടി വന്നു. അദ്ദേഹം ത്യാഗമൂർത്തിയായിരുന്നു. കാരണം ആ 21 പ്രാവശ്യത്തെ ധ്വംസനത്തിലൂടെ അദ്ദേഹം ഒരു വലിയ ഭൂവിഭാഗമാണ് സ്വന്തമാക്കിയത്. രാജാക്കന്മാരുടെ ഭൂമി മുഴുവൻ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ അതൊന്നും പരശുരാമൻ കയ്യിൽ വെച്ചില്ല. അത് മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? കാശ്യപ പ്രജാപതിക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തന്നെ താൻ നേടിയ ക്ഷാത്രവീര്യം മുഴുവനും ശ്രീരാമന് നൽകുവാനായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നത്. ആ വൈഷ്ണവ ചാപത്തിലൂടെ തന്റെ ശക്തി മുഴുവനും, വൈഷ്ണവ ശക്തി തന്നിലുള്ള, അതായത് 6ാമത്തെ അവതാരമായിരുന്നു ഭഗവാൻ പരശുരാമൻ. അദ്ദേഹത്തിന്റെ വൈഷ്ണവ ശക്തി മുഴുവൻ ശ്രീരാമനിലേക്ക് പകർന്ന് രാവണവധത്തിനും രാക്ഷസ ധ്വംസനത്തിനും കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന് നിസ്സംഗത്വവും നിർമ്മമത്വവും ആ 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതോടുകൂടി അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പോവുകയാണ്. 2 പേർ തമ്മിൽ സംസാരിക്കുമ്പോഴോ തർക്കിക്കുമ്പോഴോ അത് കണ്ടു നിൽക്കുന്ന ഒരാൾ ഇടപെടാൻ പാടില്ല എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ വിലക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാല് ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല തെറ്റിദ്ധാരണകളും നടക്കുന്നത്. അത് അധർമ്മമാണെന്നാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. കോപാകുലനായ ഒരാളോട് നമ്മൾ ചെന്ന് എത്ര കിഴിഞ്ഞ് സംസാരിച്ചാലും എത്ര അപേക്ഷിച്ചാലും ഒരു പ്രയോജനവും ചെയ്യില്ല. കാരണം ഒരു ദുഷ്ടനായ അല്ലെങ്കിൽ കോപിഷ്ഠനായ ഒരാള് അയാൾ ചെയ്യാൻ പോകുന്ന തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് യാതൊരു തരത്തിലും മാറ്റം വരില്ല. അയാൾ ചെയ്യാൻ പോകുന്നത് അയാൾ ചെയ്തിരിക്കും. നമ്മൾ എത്രയൊക്കെ കിഴിഞ്ഞു പറഞ്ഞാലും കരഞ്ഞു പറഞ്ഞാലും ഒന്നും അത് കണ്ട ഭാവം പോലും അവർ വെക്കില്ല. അതാണ് ദശരഥന്റെ അപേക്ഷകളെ തീരെ ഗൗനിക്കാതെ പരശുരാമന്റെ പ്രതികരണം. അത് നമ്മൾ ആ ഒരു പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പാഠങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? കോപാകുലനായ ഒരാളോട് നമ്മൾ അപേക്ഷിക്കാനൊന്നും പോവാതെ അവിടുന്ന് മാറിപ്പോവുക. അയാളുടെ കോപം ആറുന്നത് വരെ ആരാണെങ്കിലും, ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ടീച്ചറോ ആര് തന്നെ ആയിക്കോട്ടെ, കോപിഷ്ഠനായാൽ അവരോട് സംസാരിക്കാതെ നിശബ്ദനായി പോവുക, അവിടെ വിട്ടു പോവുക. അതാണ് ഏറ്റവും നല്ലത്. ചാണക്കല്ലിൽ ഉരയ്ക്കുന്നത് കൊണ്ട് കത്തിയുടെ മൂർച്ച കൂടുന്നു, അല്ലാതെ ചാണക്കല്ല് ഉരഞ്ഞു പോവുകയോ കത്തി ഉരഞ്ഞു പോവുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനമാകുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോവില്ലേ? അതുകൊണ്ട് ഈ പ്രക്രിയകളൊക്കെ തന്നെ നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ അത് പ്രയോജനകരമാണ്. അതുപോലെയാണ് ചില സമയത്ത്
യുദ്ധം കുറെ കെടുതികളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ധർമ്മത്തെ രക്ഷിക്കുന്നതിനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും യുദ്ധം അനിവാര്യമായി വരും. അത് ചെയ്തേ തീരൂ എന്നുള്ള ഒരു ഘട്ടം വരും. കാമം, ക്രോധം, ലോഭം എന്ന 3 ദുർഗുണങ്ങൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് നരകത്തിലേക്കുള്ള 3 വഴികളാണ്, 3 വാതിലുകളാണ് എന്ന്. ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിടുമ്പോൾ ഉണ്ടാകുന്ന അത്യാപത്തുകളാണ് ഇന്ന് ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം, സമൂഹം, വിദ്യാലയം, രാഷ്ട്രീയം, മതം എന്നീ മേഖലകളിലെല്ലാം തന്നെ ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം കാമവും ക്രോധവും ലോഭവും ആണെന്ന് കാണാം. അതിന്റെ പ്രതികരണവും അതുപോലെ തന്നെ ആയതുകൊണ്ടാണെന്ന് നമ്മൾ കാണുന്നു. എത്ര ക്രൂരമായിട്ടാണ് ആൾക്കാർ ഇപ്പൊ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ്? ക്രോധം, കാമം, ക്രോധം, ലോഭം ഈ 3 ദുർഗുണങ്ങളിൽ നിന്നാണ് ഇത്രയധികം ദുഷ്ടതകളും ഇത്രയധികം അനീതികളും ഇന്ന് ലോകത്ത് നടമാടുന്നത്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കുവാനുള്ള എല്ലാ വഴികളും നമ്മൾ കാമവും ക്രോധവും ലോഭവും ഒഴിവാക്കണം എന്ന ഒരു പാഠമാണ് ശ്രീരാമചന്ദ്രൻ നൽകുന്നത്. ശ്രീരാമൻ എന്ത് ചെയ്തു? പരശുരാമന്റെ ക്രോധത്തെ ശാന്തമായിട്ട് നേരിടുകയാണ്. അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? ഞാനൊരു ചെറിയ പയ്യനല്ലേ, എന്നോട് ശാന്തമായിട്ട് പറഞ്ഞാലും ഞാൻ കേൾക്കുമല്ലോ എന്നാണ് ശ്രീരാമൻ വളരെ ശാന്തമായിട്ട് പറയുന്നത്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എളുപ്പമാകും. അതുപോലെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഈ കോപത്തെ പറ്റി പറയുന്ന 3 കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോപം വരും, എല്ലാവർക്കും കോപം വരും. സ്വാമി പറയുന്നത് നമ്മള് ഒരു വളരെ തീക്ഷ്ണമായി നമുക്ക് കോപം വരികയാണെങ്കിൽ ആ 1 മിനിറ്റിലെ കോപം നമ്മൾ 3 മാസം കഴിച്ച ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടായ ഊർജം മുഴുവനും ആ 1 നിമിഷത്തിലെ ക്രോധം, അത്യധികമായ ക്രോധം കൊണ്ട് നഷ്ടമാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് സ്വാമി നമ്മളെ ഉപദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. സ്വാമി പറയുന്നു, ഒന്നാമത് വളരെ കോപിഷ്ഠനായിട്ടൊരു സംസാരിച്ചോ പെരുമാറോ ചെയ്യുന്ന ഒരാളുടെ സമീപത്ത് നിന്ന് മാറിപ്പോണം. അവിടെ നിൽക്കരുത്. കാരണം ആ അന്തരീക്ഷം മുഴുവൻ കലുഷമായിരിക്കുകയാണ്. അത് നമ്മളിലും അതുപോലെ തന്നെ ഒരു പ്രതികൂലമായ വികാരങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകണം. പിന്നെ സ്വാമി പറയുന്നത്, അല്ലെങ്കിൽ ഒരു കവിൾ വെള്ളം വായിൽ വെച്ചേക്കുക. വായിൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനോ പ്രതികരിക്കുവാനോ പറ്റില്ല. അപ്പൊ നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചു പോകും, ഇല്ലേ? വായടച്ചു വെക്കാൻ പറഞ്ഞാലും വായടച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വായിൽ വെള്ളം വെക്കുക, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ക്രോധം കൊണ്ട് നമ്മളിൽ ഉണ്ടായ ആ തീക്ഷ്ണമായ ഊർജം, ചൂട് പിടിക്കും നമ്മളെ രക്തം, അത് മുഴുവൻ തണുക്കാനും ഇടവരും. അതുപോലെ മൂന്നാമത് ഭഗവാൻ പറയുന്നത്, തന്നെത്താനെ മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കുക. കോപിഷ്ഠനായിരിക്കുമ്പോൾ നമ്മുടെ മുഖം എത്ര വികൃതമാവുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പൈശാചികമോ രാക്ഷസിയോ ഒക്കെ ആയി പോകും നമ്മുടെ മുഖം. അതുകൊണ്ട് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോപം എത്രമാത്രം നമ്മളിൽ മാറ്റം വരുത്തുന്നു എന്ന്. നാലാമത് ഭഗവാൻ പറയുന്നത്, കിടക്കുന്ന ഒരാൾക്ക് കോപിക്കാൻ പറ്റില്ല, എണീറ്റേ കോപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? കോപം വല്ലാതെ വരുമ്പോ മാറിപ്പോയിട്ട് ഒരു മുറിയിൽ ശാന്തനായിട്ട് കിടക്കുക. ആ കുറച്ചു നേരം കിടക്കുമ്പോ ആ കോപം തന്നെത്താനെ തന്നെ പൊക്കോളും എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഈ രാമായണ നാടകത്തിന്റെ ലേഖകനും സൂത്രധാരനും പിന്നെ സംവിധായകനും നടനും എല്ലാം ആദിനാരായണന്റെ അവതാരമായ ശ്രീരാമൻ തന്നെയാണെന്ന് നാം മനസ്സിലാക്കുന്നു. മാനവകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലൂടെ ധർമ്മപരിപാലനം എങ്ങനെ നടത്തണം എന്ന സന്ദേശമാണ് ശ്രീരാമചന്ദ്രൻ ഇവിടെ നമുക്ക് നൽകുന്നത്. ശ്രീരാമനെ അതുകൊണ്ട് തന്നെയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്. രാമൻ ധർമ്മം ഉടലെടുത്ത മൂർത്തിയാണ് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. ഉത്തരം പറയാൻ മിടുക്കരെല്ലാവരും ഉത്തരം പറയും കേട്ടോ, എല്ലാവർക്കും പറയാം. ഇപ്പൊ വായിച്ചു കേട്ടത് ശ്രദ്ധിച്ചവർക്കൊക്കെ ഉത്തരം പറയാൻ പറ്റും. മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് പോകുമ്പോൾ ദശരഥന് ഉത്കണ്ഠയുണ്ടായത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിനുണ്ടായ മാറ്റം, എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നല്. അതെ, ദുശകുനങ്ങൾ. കറക്റ്റ് ആണ്. ദുശകുനങ്ങൾ ഉണ്ടായി, പലതരത്തിലുള്ള ദുശകുനങ്ങൾ കണ്ടു. വസിഷ്ഠ ഗുരു എങ്ങനെയാണ് രാജാവിനെ സമാധാനിപ്പിക്കുന്നത്?
വരാൻ പോകുന്ന ആപത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരവും ഉണ്ടാവും, നല്ലത് വരും എന്ന് പറഞ്ഞു. വെരി ഗുഡ്. അവരുടെ മുന്നിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? പരശുരാമൻ. പരശു എന്ന ആയുധം ധരിച്ച ക്ഷത്രിയ കുലാന്തകനായ, അതാണ് ഇത്ര ഭയം വരാൻ കാരണം. ക്ഷത്രിയരാണല്ലോ അവരെല്ലാവരും. അപ്പൊ ക്ഷത്രിയന്മാരെ കൊല്ലുന്ന ആളാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദശരഥൻ അത്രയും ഭയം തോന്നിയത്. മനസ്സിലായില്ലേ? പരശുരാമൻ ശ്രീരാമനോട് എന്താണ് ആവശ്യപ്പെട്ടത്? വൈഷ്ണവശാപം കുലയ്ക്കാനായിട്ട്. വൈഷ്ണവശാപം കുലയ്ക്കാൻ. ശൈവജാപം കുഴച്ച മിടുക്കനല്ലേ നീ, വൈഷ്ണവ ജാപം കൂടെ. വെരി ഗുഡ്. പരശുരാമന്റെ പിതാവ് ആരായിരുന്നു? ജമദഗ്നി. അതെ, ജമദഗ്നി മഹർഷി. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? രേണുക. വെരി ഗുഡ്. പരശുരാമന്റെ വെല്ലുവിളി ശ്രീരാമൻ എങ്ങനെയാണ് നേരിട്ടത്? സൗമ്യഭാവത്തോടെ. അതെ, സൗമ്യയായി. ദശരഥൻ ദീനതയോടെ പറഞ്ഞ വാക്കുകൾ പരശുരാമൻ ഗൗനിച്ചില്ല. ഈ സംഭവം നൽകുന്ന സന്ദേശം എന്താണ്? ആളിന്റെ മുമ്പില് അപേക്ഷ പാടില്ല. വെരി ഗുഡ്. ശൈവജാപവും വൈഷ്ണവജാപവും നിർമ്മിച്ചത് ആരാണ്? വിശ്വകർമാവ്. ദേവശില്പിയായ വിശ്വകർമ്മ. ദേവശില്പി എന്ന് പറയാൻ കാരണം എന്താണ്? അസുരശില്പി ആരാണ്? അസുരശില്പി ആരാണ്? മണ്ഡോദരിയുടെ അച്ഛൻ ആരാണ്? മയനാണ്. മയനാണ് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കിയത്. മയൻ. ദേവശില്പി വിശ്വകർമാവും അസുരശില്പി മയനുമാണ്. മഹാദേവൻ ശൈവജാപം എന്തിനായിട്ടാണ് ഉപയോഗിച്ചത്? ആ ഉപയോഗം കഴിഞ്ഞിട്ടാണ് ശൈവജാപം ജനകന്റെ ദേവരാജന് കൊടുത്തത്, അപ്പൂപ്പനായ. ത്രിപുരാസുരന്മാരെ വധിക്കുന്നതിന് മഹാദേവൻ ആ വില്ല ആർക്കാണ് കൊടുത്തത്? ദേവരഥ ചക്രവർത്തി, ജനകന്റെ വംശം. വൈഷ്ണവജാപം ജമദഗ്നി മഹർഷിക്ക് എങ്ങനെ ലഭിച്ചു? വൈഷ്ണവജാപം ലഭിച്ചത് ജമദഗ്നി മഹർഷിക്കാണ്. ഭഗവാൻ വിഷ്ണു കൊടുത്തത്. എങ്ങനെയാണ് കിട്ടിയത്? വെരി ഗുഡ്. മഹാവിഷ്ണു ഋഷിക മഹർഷിക്ക് നൽകിയ ശാപം. ഋഷിക മഹർഷിയുടെ മകനായിരുന്നു ജമദഗ്നി. ജമദഗ്നിയുടെ മകനായിരുന്നു പരശുരാമൻ. അങ്ങനെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് അച്ഛന് കിട്ടി, അച്ഛന്റെ കയ്യിൽ നിന്ന് മകന് കിട്ടി. അപ്പോ ഋഷിക മഹർഷി, ജമദഗ്നി മഹർഷി, പരശുരാമൻ, അങ്ങനെയാണ് അത് വന്നത്. ജമദഗ്നി മഹർഷിയെ വധിച്ചതാരാണ്? കാർത്തവീര്യാർജുനൻ. ക്ഷത്രിയവംശത്തെ ഇല്ലായ്മ ചെയ്ത്, അതിനുള്ള കാരണം തന്നെ കാർത്തവീര്യാർജുനനും അയാളുടെ മക്കളും ചെയ്ത മഹാക്രൂരതയാണ്. അതുകൊണ്ടാണ് ക്ഷത്രിയവംശത്തെ ഉന്മൂലനം ചെയ്തത്. അതിനുശേഷം പരശുരാമൻ ചെയ്ത യജ്ഞത്തിന് ആരെയാണ് ക്ഷയിച്ചത്? കാശ്യപ മഹർഷി. അതുകൊണ്ടാണ് കാശ്യപ മഹർഷിക്ക് എല്ലാം ദാനം ചെയ്തത്. ഒരു മിനിറ്റ്, അത്രേ ഉള്ളൂ തോന്നുന്നത് അല്ലേ? നോക്കട്ടെ. ഇടയ്ക്ക് മന്ദര എങ്ങനെ കയറി വന്ന്? കാശ്യപ മഹർഷി പരശുരാമൻ ദക്ഷിണയായിട്ട് എന്താണ് കൊടുത്തത് കാശ്യപ മഹർഷിക്ക്? ഞാനിപ്പോ പറഞ്ഞു ഭൂമി മുഴുവൻ കൊടുത്തു. പ്രതികാര മാർഗം. അപ്പം പരശുരാമൻ പ്രതികാര മാർഗം ഉപേക്ഷിച്ചു. എന്നിട്ട് വൈഷ്ണവ ജാപം എന്ത് ചെയ്തു പരശുരാമൻ? ശ്രീരാമന് നൽകി. പരശുരാമൻ. അതെ, ശ്രീരാമന് കൊടുത്തു.
കാരണം വിഷ്ണുജാപം അദ്ദേഹത്തിന് ഭാരമാണ്, അത് കയ്യിലിരുന്ന് അദ്ദേഹത്തിന് തപസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശ്രീരാമന് കൊടുത്ത് തന്റെ ശക്തി മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തപസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും, തപസ് മാത്രം ചെയ്യാനുള്ള. ബാക്കി നമ്മൾ പറഞ്ഞില്ലേ, സ്വാമി പറഞ്ഞില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ട്, ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ ലഗേജ് ആയിരുന്നു. ഈ വിഷ്ണുജാപവും ഈ വൈഷ്ണവ ശക്തിയും ഒക്കെ, അതൊക്കെ പോയാൽ മാത്രമേ അദ്ദേഹത്തിന് പൂർണ്ണമായി തപസ്യാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ശ്രീരാമനെ ഏൽപ്പിച്ചു. ശ്രീരാമനിൽ നിന്ന് പരശുരാമിൽ നിന്നും വൈഷ്ണവജാപം ശ്രീരാമൻ എടുത്തപ്പോൾ എന്തുണ്ടായി? പരശുരാമന്റെ ശക്തി അതെ, ശ്രീരാമൻ അതെ, രണ്ടും കറക്റ്റ് ആണ്. നാരായണനെ പോലെ തിളങ്ങി വില്ല് ഖണ്ഡിക്കുന്നതോടെ പരശുരാമൻ നേടിയ ശക്തികളൊക്കെ രാമന് ലഭിക്കുന്നു. പരശുരാമൻ എവിടെയാണ് തപസ് ചെയ്തത്? വിജയം നേടാൻ എന്ത് വേണം? മഹാഭാരതത്തിലെ നിരന്തരം പറയുന്നതാണ്. അല്ലല്ല, മഹാഭാരതത്തിൽ പറയുന്നത് എന്താണ്? ഏതോ ധർമ്മസ്തോ ജയ. മഹാഭാരതത്തിലെ അർത്ഥവാക്യമാണ് ഏതോ ധർമ്മസ്തോ ജയ. അപ്പോ വിജയം നേടാൻ എന്ത് വേണം? ധർമ്മനിഷ്ഠ വേണം. ധർമ്മനിഷ്ഠ ഉള്ളിടത്ത് വിജയം സുനിശ്ചിതമാണ്. രാജകുമാരന്മാരെയും വധുക്കളെയും അയോധ്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? എല്ലാ ആദരവോടും അതെ, അത്യാഹ്ലാദത്തോടെ അവർ സ്വീകരിച്ചു. അതെ, സായിരാം. അതോടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മോള് പിന്നെ സമസ്ത ലോക പറഞ്ഞോളൂ. ശ്രീനന്ദ, സമസ്ത ലോക. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം, ജയ സായിരാം. സായിരാം.